ഹരേ കൃഷ്ണ. മൈ ആസ്ട്രോവിനിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. അവ വ്യക്തിഗത ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ ഒരേ രേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ്. ഇത് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് തടസ്സപ്പെടുത്തി ഭൂമിയിൽ താൽക്കാലികമായി ഒരു ഇരുട്ട് പരത്തുന്നു. ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും അതുപോലെ തന്നെ ഫലങ്ങളുമുണ്ട്. അത് ഏത് രാശിയിൽ ഉത്ഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. 2025 സെപ്റ്റംബർ 21 കന്നി രാശിയിൽ ഭാഗിക സൂര്യഗ്രഹണം ഉത്ഭവിക്കുകയാണ്. ഇതിന്റെ ഫലമായി ഏതൊക്കെ രാശിക്കാർക്ക് അതിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾക്കും ഏതൊക്കെ തലത്തിലാണ് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് ഇന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വർഷത്തെ അവസാനത്തെ സൂര്യഗ്രഹണം സെപ്റ്റംബർ 21 ഞായറാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം തന്നെ ചെലുത്തുന്നു എന്നതിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. പൊതുവെ ഗ്രഹണം ദോഷഫലങ്ങൾ വർദ്ധിപ്പിക്കുന്ന സമയമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ശുഭകരവും അശുഭകരവുമായ ശക്തികൾ ശക്തമായി പ്രാപിക്കുന്ന സമയം കൂടിയാണിത്. എന്നാൽ ഈ വർഷത്തെ അവസാനത്തെ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകുന്നില്ല എന്ന് പ്രത്യേകതയാണ്. കന്നിരാശിയിലാണ് ഈ വർഷത്തെ അവസാനത്തെ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നത്. അതേസമയം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഗ്രഹണം നടക്കുന്നത്. അതുകൊണ്ട് ശനിയുടെ സ്ഥാനം ഗ്രഹണത്തെ ശക്തമായി സ്വാധീനിക്കപ്പെടും. മഹാലയ അമാവാസി ദിനത്തിലാണ് ഗ്രഹണം നടക്കുന്നത് എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇത് പല രാശിക്കാരിലും നിർണായക മാറ്റങ്ങൾ സൃഷ്ടിക്കാനും ഗുണപരമായ പുതിയ അവസരങ്ങൾ നൽകി സമ്പത്ത്, കരിയർ, ജോലിയിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കാനും സഹായിക്കുന്നു. ഇടവം, മിഥുനം, മകരം, ധനു തുടങ്ങിയ രാശിക്കാരും അതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കുമാണ് ഈ ഭാഗ്യം നേടാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം. ഇടവം രാശി. ഇടവം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് മഹാലയ അമാവാസി ദിനത്തിലെ സൂര്യഗ്രഹണം സൃഷ്ടിക്കുന്ന സർവാധ സിദ്ധി യോഗം ധാരാളം ഗുണഫലങ്ങൾ നൽകപ്പെടുന്നു. ധൈര്യത്തോടെ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങി നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ജോലിയിൽ സ്ഥാനക്കയറ്റവും കഠിനാധ്വാനത്തിന്റെ ഫലവും ലഭിക്കുന്നു. മത്സര പരീക്ഷകളിൽ വിജയത്തിന് സാധ്യത ഉയരുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങൾ സംഭവിക്കുകയും ശുഭകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യും. കൂടാതെ കുടുംബത്തിനും സൗഭാഗ്യവും നേട്ടങ്ങളും ലഭിക്കുന്ന കാലമാണിത്. വിവിധ മാർഗങ്ങളിൽ നിന്ന് സമ്പാദ്യം നേടിക്കൊണ്ട് ജീവിത നിലവാരം ഉയർത്താനുള്ള അവസരം തന്നെ നിങ്ങൾക്ക് ഒരുക്കുന്നു. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് അവരുടെ 10ാം ഭാവത്തിൽ സൂര്യഗ്രഹണം നടക്കപ്പെടുന്നു. ഇത് തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. പരിചയക്കാരുടെ കാര്യങ്ങളിലും അനുകൂല അവസരങ്ങൾ വരുന്നു. നിക്ഷേപങ്ങൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നതിൽ സംശയം വേണ്ട. ജോലിയിൽ ഉയർച്ച, ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ്. മോശമായി തോന്നുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ മടിക്കേണ്ടതില്ല. ആശയവിനിമയ ശേഷിയുടെ സഹായത്തോടെ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നേടാനും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ നേടാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. മകരം രാശി. മകരം രാശിക്കാർക്ക് ഈ വർഷത്തെ ഗ്രഹണം അവരുടെ 3ാം ഭാവത്തിലാണ് നടക്കപ്പെടുന്നത്. ഇത് ധൈര്യം, പരിശ്രമം, നേട്ടങ്ങൾ എന്നിവയുടെ തുടക്കമിടുന്ന സമയം കൂടിയാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച കാലയളവിലൂടെ കടന്നു പോകാനുള്ള അവസരങ്ങളും ഇതോടൊപ്പം വരുന്നു. സന്ദർഭങ്ങളിൽ ആശ്വാസങ്ങൾ ലഭിക്കാൻ ശനിയുടെ സ്ഥാനം സഹായകരമാണ്. ഇത് ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. ബിസിനസ് രംഗത്ത് പല ഗുണപരമായ മാറ്റങ്ങൾ കടന്നുവരും. സമൂഹത്തിൽ ബഹുമാനവും ആദരവും നേടാനുള്ള സമയം കൂടിയാണിത്. ആരോഗ്യ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അടുത്തത് ധനുരാശിയാണ്. ഈ വർഷത്തെ ഗ്രഹണം വളരെയധികം പ്രയോജനകരമാണ്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയുന്നു. തൊഴിലിടങ്ങളിൽ കരിയറിൽ വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഇത് സഹായിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളിലും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ സഹായിക്കും. സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും. ജോലിയിലും കരിയറിലും പുതിയ നല്ല അവസരങ്ങൾ തേടിയെത്തുന്നു. ഈ എല്ലാ ഗുണപരമായ സാധ്യതകളെയും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് പ്രധാനമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.
തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോയുമായി ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.